ഉണക്കപ്പയറുണ്ടല്ലോ, ഇങ്ങനെയൊന്ന് തോരൻ വെക്കാവേ. ഞാനുണ്ടല്ലോ ഒരു 1/2 കിലോ ഉണക്കപ്പയർ എടുത്തിട്ടുണ്ട്. അത് നല്ലതുപോലെ കഴുകിയിട്ട് കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. കുക്കറിൽ 1 കപ്പ് പയറിന് 2 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. എല്ലാ പയറിൻ്റെയും വേവിന് ഇത്തിരി വ്യത്യാസം കാണും. ഞാൻ 3 വിസിലടിച്ചപ്പം നിർത്തി, ഓഫ് ചെയ്തിട്ട് അതിൻ്റെ എയറെല്ലാം പോയി കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞപ്പോൾ അത് ശരിക്കും വെന്തിട്ടില്ല. അത് കുറച്ചുകൂടെ ഒരു തവണ കൂടെ അടച്ച് വിസിൽ വന്ന് കഴിഞ്ഞപ്പോൾ നല്ലപോലെ വെന്ത് കേട്ടോ. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പ് കൂടെ ചേർത്താണ് പയർ വേവിച്ചത്. ഒരു പാൻ അടുപ്പിൽ വെച്ച് നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. 1 ടേബിൾ സ്പൂണ് കടുകിട്ട് പൊട്ടിക്കും. കടുകൊന്ന് പൊട്ട് വന്ന് കഴിയുമ്പോഴത്തേക്കിനും ഒരു 5-6 അല്ലി വെളുത്തുള്ളി ഇട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിലേക്കുണ്ടല്ലോ ഒരു 10-12 ചുവന്നുള്ളി അരിഞ്ഞതും ഒരു ചെറിയ സവോള പൊടിയായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് നമുക്കതൊന്ന് വഴറ്റി കൊടുക്കാം. ഞാനുണ്ടല്ലോ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. നല്ല എരിവുള്ള മുളക് പൊടിയാണ്. എരിവൊക്കെ വേണ്ടവർക്ക്, കൂടുതൽ വേണ്ടവർക്ക് കുറച്ചുകൂടി ചേർക്കാം. ഒത്തിരി എരിവ് ചേർത്താൽ ഇവിടെ പിള്ളേർ കഴിക്കത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി എരിവൊക്കെ കുറച്ച് ചേർത്തിരിക്കുന്നത്. ആ മുളക് പൊടി ചേർത്തിട്ടുണ്ടല്ലോ, അതിൻ്റെ ആ മുളക് പൊടിയൊക്കെ ഒന്ന് മൂത്ത് വന്ന് കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങയും കൂടെ ചേർക്കാം. ചേർത്തിട്ട് അത് നല്ലതുപോലെ ഇളക്കിയിട്ട് നമുക്ക് ആ പയറിൻ്റെ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം. പയറിൻ്റെ കൂട്ടി ചേർത്തിട്ടുണ്ടല്ലോ, നല്ലതുപോലെ ഇളക്കിയിട്ട് നമുക്കൊരു കുറച്ച് സമയം കൂടെ അടച്ച് വെച്ച് ആവിയൊക്കെ വന്ന് കഴിയുമ്പോൾ നമുക്കത് ഉപയോഗിക്കാം. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക് യു.